വെട്ടി വെച്ചേക്കുന്ന കരിമ്പിൻ്റെ വേരും ഇലയൊക്കെ ചീവിക്കളഞ്ഞ് നല്ല വൃത്തിയാക്കി ചെറിയ ചെറിയ കെട്ടുകളാക്കി അടുക്കി വെച്ചേക്കുവാണ്. മെഷീൻ്റെ അകത്ത് നല്ല കരിമ്പ് അവർ കൊടുക്കുന്നു. ചണ്ടി ഒരു സൈഡിൽ കൂടെ വരുന്നു. ഫ്രഷ് ജ്യൂസ് ഒരു കൊട്ടയ്ക്കകത്തൂടെ അരിച്ച് വലിയൊരു അണ്ടാവിൻ്റെ അകത്ത് എടുത്ത് വയ്ക്കുന്നത്. നോക്കിയേ, ആദ്യത്തെ പ്രോസസ്സ് എടുത്ത് കിട്ടിയേക്കുന്ന കരിമ്പിൻ്റെ ജ്യൂസ് ഉള്ള പാത്രം എടുത്ത് ഫർണസിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത്. അത് തിളച്ച് വന്നുകൊണ്ടിരിക്കുക, പതഞ്ഞ് വരിക. അപ്പോൾ ഒരു വലിയ കമ്പിൽ ഒരു കൊട്ട വെച്ചിട്ട് അവരത് അരിച്ചെടുക്കുക. അത് വേസ്റ്റ് എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരെടുത്ത് ആ വേസ്റ്റൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കരിമ്പിൻ്റെ ജ്യൂസ് നന്നായിട്ട് തിളച്ച് പതഞ്ഞ് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് വേസ്റ്റ് എല്ലാം അവർ അരിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുറുകി പാവ് പരുവാകുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് കുമ്മായത്തിൻ്റെ തെളി ഒഴിക്കുന്നു. തെളി ഒഴിക്കുന്ന അത് ശർക്കര ഉരുട്ടിയെടുക്കാനായിട്ടും അതിൻ്റെ പുളിപ്പ് മാറാനായിട്ടാണ്. ഇതാണ് തോണി. ഈ തോണിക്കകത്തോട്ടാണ് നമ്മൾ ചൂട് പാവ് ഒഴിക്കുന്നത്. ഈ പാവിൻ്റെ അകത്ത് ചെറുതായിട്ടൊന്ന് ചൂട് കുറയുമ്പോഴത്തേന് ഇവർ നല്ല ശർക്കര ഉരുട്ടിയെടുക്കുന്നു. ശർക്കര ഉരുട്ടി ഇപ്പോൾ ഓൾറെഡി നല്ല ഫ്രഷായിട്ട് അവർ ഉരുട്ടി വെച്ചേക്കുന്ന ചൂട് ശർക്കരയാണിത്. കരിമ്പിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതിൻ്റെ വേസ്റ്റ് മുഴുവൻ അവരിവിടെ ഉണക്കുകയാണ്. ഉണക്കിയിട്ട് അതാണ് ഇവർ ഫെർണസിൽ കത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നല്ലൊരു വേസ്റ്റ് മാനേജ്മെൻറ്റോടെ നമുക്ക് ഇവിടുന്ന് പഠിക്കാം.